ശുശ്രൂഷിച്ചിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖം ബാധിച്ച സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വെറും 7 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. അവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചിന്തിച്ചു. തന്റെ മരണത്തിനു ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ തനിച്ചാകുമെന്ന് ഓർത്തപ്പോൾ അവർ വിതുമ്പിപ്പോയി. താൻ ഉടൻ തന്നെ മരിക്കുമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാമായിരുന്നു. റംസാൻ 10 ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ഈ ചെറുപ്പത്തിൽ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് തന്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. പ്രവാചകന്റെ അമ്മാവൻ അബൂ ത്വാലിബ് ഒരു മാസം മുൻപ് മരണപ്പെട്ടു. പ്രവാചകന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വർഷത്തെ ദുഃഖകാലം എന്ന് അദ്ദേഹം വിളിച്ചു. പ്രവാചകൻ തന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിൽ അസ്വസ്ഥരായ ഖുറൈശികൾ പ്രവാചകനെ കൊല്ലാൻ പദ്ധതിയിട്ടു. അവർ രാത്രിയിൽ പ്രവാചകനെ കൊല്ലാനായി 2 പേരെ പ്രവാചകന്റെ വീട്ടിലേക്ക് അയച്ചു. അവർ അവിടെ എത്തിയപ്പോൾ വീടിനകത്ത് പ്രവാചകൻ തനിച്ചല്ല എന്ന് അവർ മനസ്സിലാക്കി. അതിരാവിലെ പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. പ്രവാചകനെ കൊല്ലാനായി അതുവരെ അവിടെ കാത്തിരിക്കാൻ അവർ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ പ്രവാചകൻ ആ രാത്രി മക്കയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു. അക്രമികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി തന്റെ കട്ടിലിൽ കിടക്കുമോ എന്ന് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഞാൻ അവിടെ ഉറങ്ങുകയാണെങ്കിൽ അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. പ്രവാചകൻ അതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി. അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ കിടക്കാറുള്ള സ്ഥലത്ത് കിടന്നു. എന്നിട്ട് പ്രവാചകന്റെ പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് ഉറങ്ങുന്ന ആളെ കണ്ടപ്പോൾ അക്രമികൾ അത് പ്രവാചകനാണെന്ന് വിചാരിച്ചു. അവർ തങ്ങളുടെ ജോലി പൂർത്തിയാക്കാൻ പുലരുവോളം കാത്തിരുന്നു. ഇതിനിടക്ക് പ്രവാചകൻ തന്റെ വീട് വിട്ട് മദീനയിലേക്ക് പോയിരുന്നു. ഇത് ആദ്യ ഹിജ്റ എന്ന് അറിയപ്പെടുന്നു. ഇസ്ലാമിക കലണ്ടറിന്റെ ആരംഭമായിരുന്നു അത്. അടുത്ത ദിവസം രാവിലെ ശത്രുക്കൾ വീടിനുള്ളിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും മറ്റുള്ളവരെയും കൂട്ടി മദീനയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നേരത്തെ എത്തിയിരുന്നു. അദ്ദേഹം ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും മറ്റും കണ്ടപ്പോൾ പ്രവാചകന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വാരിപ്പുണർന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 9 വയസ്സായപ്പോൾ ധാരാളം ചെറുപ്പക്കാർ വിവാഹം ആലോചിച്ച് മുന്നോട്ട് വന്നു. അവരിൽ ചിലർ സമ്പന്നരും ധനികരുമായിരുന്നു. മറ്റു ചിലർ കുലീന കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പ്രവാചകനെ കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ അനുവാദം ചോദിച്ചു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഒരു നല്ല മനുഷ്യനാണെന്ന് അറിയാമായിരുന്നതിനാൽ പ്രവാചകൻ ഈ വിവാഹാലോചനയിൽ സന്തോഷിച്ചു. അദ്ദേഹം നല്ലൊരു മുസ്ലിമാണ്. മാത്രമല്ല കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ പ്രവാചകന് അദ്ദേഹത്തെ അറിയാമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ തയ്യാറാണോ എന്ന് പ്രവാചകൻ മകളോട് ചോദിച്ചു. അവർ എളിമയോടെ തലകുനിച്ചു. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിച്ചു. ഹിജ്റ 2-ാം വർഷം ദുൽഹിജ്ജ 1 വെള്ളിയാഴ്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ഇമാം അലി റളിയല്ലാഹു അൻഹുവിന്റെയും വിവാഹം നടന്നു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഫാത്തിമ ബീവിയുടെ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു തന്റെ ദൂതന്റെ മകളെ അനുഗ്രഹിക്കട്ടെ. അലി, ഇത് ഫാത്തിമയാണ്. ഇനി ഇവളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഫാത്തിമ ഒരു നല്ല ഭാര്യയായിരിക്കും, അലി ഒരു നല്ല ഭർത്താവും. അള്ളാഹുവേ, അവരെയും അവരുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഫാത്തിമ ബീവി ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി ജീവിക്കുന്നു. അവർ ഒരു ലളിത ജീവിതം നയിച്ചു. അവർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു.
അലി റളിയല്ലാഹു അൻഹു തന്റെ ജോലികൾ ചെയ്യാൻ പുറത്തേക്ക് പോകും. ഫാത്തിമ ബീവി വീടിനുള്ളിൽ ജോലികൾ ചെയ്യും. അലി റളിയല്ലാഹു അൻഹു വിറക് ശേഖരിച്ച് തന്റെ വീടിന് വേണ്ട സാധനങ്ങൾ വാങ്ങുമായിരുന്നു. അവർ തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ദരിദ്രർക്കും പാവപ്പെട്ടവർക്കുമെല്ലാം സന്തോഷത്തോടെ പങ്കുവച്ചിരുന്നു. ആരും അവരുടെ വാതിൽക്കൽ നിന്നും വെറും കൈയോടെ മടങ്ങിപ്പോകാറില്ലായിരുന്നു. അള്ളാഹു അവർക്ക് 4 കുട്ടികളെ നൽകി അനുഗ്രഹിച്ചു. ഇമാം ഹസൻ, ഷഹബാൻ, ഇമാം ഹുസൈൻ, ഹസ്രത്ത് സൈനബ്. ഏറ്റവും ഇളയത് ഉമ്മു കുൽസു. വീട്ടുജോലികളിൽ ഫാത്തിമ ബീവിയെ സഹായിക്കുന്നതിന് പ്രവാചകൻ ബീവി ഫിസ എന്ന ജോലിക്കാരിയെ നിയമിച്ചു. എന്നാൽ പ്രവാചകൻ അവർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അവൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് പ്രവാചകൻ കർശനമായി നിർദ്ദേശിച്ചിരുന്നു. അവർ ജോലി ചെയ്യാത്ത ദിവസങ്ങളിൽ ഫാത്തിമ ബീവി ജോലികൾ മുഴുവൻ ചെയ്യുമായിരുന്നു. പ്രവാചകന് തന്റെ കൊച്ചുമക്കളോട് വളരെയധികം വാത്സല്യമായിരുന്നു. അവർക്കെല്ലാവർക്കും പേരിട്ടത് പ്രവാചകനായിരുന്നു. അദ്ദേഹം പലപ്പോഴും ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോയി കുട്ടികളുമായി കളിക്കുമായിരുന്നു. മാഷാ അല്ലാ, അത് നല്ലൊരു കഥയായിരുന്നു. നിനക്കത് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതുപോലെ രസകരമായ ധാരാളം കഥകളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. എനിക്ക് പോകാനുള്ള സമയമായി. ഗുഡ് ബൈ. ഗുഡ് ബൈ.